നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. റിസൾട്ട് സീസണിടയിൽ ഒരു വാരം കൂടി കടന്നുപോയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വാരം വിപണി പ്രതീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫ്ലേഷൻ നിരക്കായിരുന്നു. ഇൻഫ്ലേഷൻ നിരക്ക് വന്നു, നേരിയ കുറവ് ഉണ്ടായി. സ്വാഭാവികമായിട്ടും റിസർവ് ബാങ്ക് നിരക്കുകളിൽ കുറവ് വരുത്തുമോ എന്നൊരു ആകാംക്ഷ വിപണിക്ക് ഇപ്പോഴുമുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസും വെള്ളിയാഴ്ച വ്യാപാരത്തിന് ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചു. മോശം റിസൾട്ടാണ്, പൊതുവെ മോശമായിരിക്കും എന്ന് വിപണിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു താനും. വരുന്ന ആഴ്ചയും നിരവധി റിസൾട്ടുകൾ വരാനുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന ആഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. RBIയുടെ പ്രധാനപ്പെട്ട മീറ്റിംഗിന് മുമ്പുള്ള വാരം എന്നതുകൂടി ഈ ആഴ്ചയെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ് എക്യൂരിയസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് പങ്കെടുക്കുന്നത്. നിരവധി ഇമെയിലുകളും ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പോയ വാരം ഒന്ന് പരിശോധിക്കാം. 5205 ക്ലോസിംഗ് ഉണ്ടായത്. നിഫ്റ്റി ഒരു ഘട്ടത്തിൽ 5200 താഴെയും ഈ വാരത്തിൽ പോകുന്നത് നമ്മൾ കണ്ടു. എങ്ങനെ വിലയിരുത്താം പോയ വാരത്തെ? ലാസ്റ്റ് വീക്ക് ത്രൂ ഔട്ട് ദ വീക്ക് മാർക്കറ്റ് വളരെ നാരോ റേഞ്ചിലാണ് മൂവ് ചെയ്തത്. ഫ്രൈഡേ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു 10 to 15 പോയിന്റ്സിൻ്റെ വേരിയേഷൻ മാത്രമാണ് ഉണ്ടായത്. കഴിഞ്ഞ എനിക്കൊന്ന് 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നാരോ റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റീസൺ ഗ്ലോബലി അതല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി തന്നെ മേജർ ന്യൂസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ FISൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറഞ്ഞു. ഇതൊക്കെയാണ് മാർക്കറ്റ് ഇത്രത്തോളം നാരോ റേഞ്ചിൽ മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. വീണ്ടും വെള്ളിയാഴ്ച മാർക്കറ്റിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മോശമായി. ശരത് പവാർ, പ്രഫുൽ പട്ടേൽ ഇവരുടെ റെസിഗ്നേഷൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റി 37 പോയിന്റ് ഡൗൺ ആയി ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഫ്രൈഡേ പ്രധാന റീസൺ മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റീസൺ ഈ ഒരു ന്യൂസ് തന്നെയായിരുന്നു. അതുപോലെ മാർക്കറ്റ് അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ റിലയൻസിൻ്റെ റിസൾട്ട് വന്നു. 4400 crore ആയിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ജസ്റ്റ് എബോവ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 21% ഡൗൺ ആണ്. 4473 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു. റിഫൈനിങ് മാർജിൻ കുറഞ്ഞു. ഒരു അത്രത്തോളം പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ടുകളെല്ലാം തന്നെ മോശം റിസൾട്ടുകളായിരുന്നു. അതിൽ ബജാജ് ഓട്ടോ മാത്രമാണ് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തത്. 718 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ആ സ്റ്റോക്കിൽ കണ്ടു. 10% സ്റ്റോക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിസൾട്ട് വന്നു. 123 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ടേഷന് ബിലോ ആയിരുന്നു ആ റിസൾട്ട്. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടിന് കഴിഞ്ഞില്ല. NPA ഇൻക്രീസ് ചെയ്തു എന്നുള്ള ന്യൂസ് ആ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. 2%, 1.97% ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് മോശമായിരുന്നു. അതിൽ ഡോക്ടർ റെഡ്ഡീസിൻ്റെ റിസൾട്ട് വന്നു. അത് പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഈ റിസൾട്ടുകൾക്ക് ഒന്നും കഴിഞ്ഞില്ല. നമുക്ക് ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസും അതുപോലെ ബജാജ് ഓട്ടോ ഒഴിച്ച എല്ലാ കമ്പനികളുടെ റിസൾട്ടും മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് മൂവ് ചെയ്തത്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 443 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു. സ്റ്റോക്ക് 6.47% കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഓവറോൾ വന്ന റിസൾട്ടുകൾ എല്ലാം തന്നെ മോശം എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വിലയിരുത്താം. നെക്സ്റ്റ് വീക്ക് വീണ്ടും റിസൾട്ട് വരാനിരിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഓരോ റിസൾട്ടിനനുസരിച്ച് സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ബജാജ് ഓട്ടോ ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്തപ്പോൾ ബാക്കി റിസൾട്ടുകൾ വന്ന കോട്ടക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ 6.5% അടുത്താണ് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡീസ്, ഹീറോ ഹോണ്ട ഇതെല്ലാം തന്നെ ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഒരു റിസൾട്ട് സീസണിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാമെന്ന് നമ്മൾ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പ്രധാനമായിട്ടും റിസൾട്ടിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു വീക്ക് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് ലാസ്റ്റ് വീക്കൊക്കെ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴൊരു വീക്ക്നെസ് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സുപ്രധാനപരമായ കുറേ നയപ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് പൊതുവെ ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും FDIയുടെ കാര്യത്തിൽ ഡീസൽ ഡീറെഗുലേഷനുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം എത്രത്തോളം പ്രതീക്ഷകൾ വിപണിക്കുണ്ട്? ചില പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി വിപണി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ മാർക്കറ്റ് ഇപ്പോഴും ഈ പോസിറ്റീവ് സോണിൽ ലാസ്റ്റ് വീക്കൊക്കെ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താനുള്ളൊരു പ്രധാന റീസൺ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കാനിരിക്കുന്ന അനൗൺസ്മെൻറ്റുകളായിരിക്കാം. അതിലാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനാണ് സാധ്യത. ഇത്രത്തോളം മോശം റിസൾട്ട് വന്നിട്ടും അതിനോട് നെഗറ്റീവായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കും. അതുപോലെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാർക്കറ്റ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. അതാണ് FIS 1300 crore ബൈയിങ് സൈഡിലാണ് ക്യാഷ് മാർക്കറ്റിൽ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 765 crore സെല്ലിംഗ് സൈഡിലുമാണ്. അപ്പോൾ പ്രധാനമായിട്ടും പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കാനിരിക്കുന്ന
പോളിസികളിൽ തന്നെയാണ് മാർക്കറ്റിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ മാത്രമേ മാർക്കറ്റിനെ വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധ്യതയുള്ളൂ. റിസൾട്ടുകളെല്ലാം തന്നെ മോശമാണ്, ഇതുവരെ അനൗൺസ് ചെയ്ത റിസൾട്ടുകൾ. പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയില്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജൂലൈ 31 റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച നാണയപ്പെരുപ്പത്തിന് തോത് പുറത്തു വന്നു. ഈ സാഹചര്യത്തിൽ RBIയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ഒരു തീരുമാനത്തിനാണ് സാധ്യത? നിരക്ക് കുറവ് എത്രത്തോളം പ്രായോഗികമാണ്? ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത മാർക്കറ്റ് വിലയിരുത്തുന്നുണ്ട്. ഇൻഫ്ലേഷൻ ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു, മേജർ ഒരു കുറവുണ്ടായില്ല. അതാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് അതിനോട് നെഗറ്റീവായോ പോസിറ്റീവായോ റിയാക്ട് ചെയ്യാതിരുന്നത്. തീർച്ചയായിട്ടും റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. RBIയുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കുന്നു, അതുപോലെ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ. ഇത് രണ്ടുമാണ് മാർക്കറ്റിന്റെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു പോസിറ്റീവ് സോണിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മാർക്കറ്റ് ഇപ്പോഴൊരു വീക്ക്നെസ് കാണുന്നുണ്ട് മാർക്കറ്റിൽ. ടെക്നിക്കലി വിപണിയെ എങ്ങനെ വിലയിരുത്താം? ടെക്നിക്കലി ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞല്ലോ 5180 ആയിരുന്നു ഒരു സപ്പോർട്ട് സോണായിട്ട് നമ്മൾ ടെക്നിക്കലി പറഞ്ഞിരുന്നത്. ആ ഒരു ലെവൽ വന്നതിന് ശേഷം ആണ് മാർക്കറ്റ് പലപ്പോഴും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തത്. എന്നാലും ഫ്രൈഡേയോടുകൂടി വീണ്ടും മാർക്കറ്റിൽ വീക്ക്നെസ് ഫീൽ ചെയ്തു. ഇനിയത്തെ സാഹചര്യത്തിൽ 5180 എന്ന് പറയുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നെക്സ്റ്റ് വീക്ക് 5100 ടു, ഞാൻ ലാസ്റ്റ് വീക്ക് തന്നെ പറഞ്ഞു, 5100 ടു 5150 എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ആ ഒരു ലെവൽ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപ്പർ സൈഡ് 5320 ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു, അതിലൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. 5280 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനൗൺസ്മെന്റുകൾ ആവശ്യമാണ്. അതുപോലെ ഗ്ലോബലി തന്നെ ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ 5280 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ നിലയിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5100 ആണ്. 1 to 150 എന്ന് പറയുന്ന ഒരു മേജർ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് നെക്സ്റ്റ് വീക്ക് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. വരുന്നയാഴ്ച വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട്സുകൾ ഏതൊക്കെയാണ്? വരുന്നയാഴ്ച മൺഡേ കാനറ ബാങ്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു, സെസ ഗോവ, അതുപോലെ വിപ്രോ. ഇതാണ് മേജറായിട്ടുള്ള മൺഡേ അനൗൺസ് ചെയ്യുന്ന റിസൾട്ട്. 25th അഗൈൻ HCL ടെക്, പവർ ഗ്രിഡ് പോലെയുള്ള കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. അത് 26th ACC, BHEL, സ്റ്റെർലൈറ്റ് പോലെയുള്ള കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ഒരു റിസൾട്ട് സീസൺ തന്നെയാണ്, കണ്ടിന്യൂസ്. അതുപോലെ 27th ICICI ബാങ്ക്, PNB, യൂണിയൻ ബാങ്ക്, ഈ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. 28th മാരുതിയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. മാരുതി നമ്മൾക്കറിയാം, മനേസ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന തൊഴിൽ തർക്കം ആ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓവറോൾ മാരുതിയിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ന്യൂസുകൾ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻഡസ്ട്രി വരുന്നതിനെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നം ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 28th എന്തായാലും മാരുതിയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. റിസൾട്ട് പോസിറ്റീവ് ആകാനാണ് സാധ്യത, കാരണം സെയിൽസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. പക്ഷേ റീസെന്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസുകൾ തീർച്ചയായിട്ടും മാരുതിയെ ബാധിക്കാനാണ് സാധ്യത. ഈ ഒരു പ്രശ്നം പെട്ടെന്ന് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഒരു ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും മാരുതിയുടെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വാച്ചിൽ ഇനി കത്തുകളാണ്, അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി ഇമെയിലുകൾ ഇലക്കവും ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് വേഗം കിടക്കുന്നു. ജിയോ ജോളിയുടെ ഇമെയിലാണ് ആദ്യം. അദ്ദേഹം മാരുതി സുസുക്കി, SKS മൈക്രോ ഫിനാൻസ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ബജാജ് ഓട്ടോ ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. മാരുതിയെക്കുറിച്ച് നേരത്തെ ഭുവനേന്ദ്രൻ പറഞ്ഞു, എങ്കിലും ലെവലുകൾ ഒരിക്കൽ കൂടി പറയും. മാരുതിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രശ്നം എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസുകൾ നോക്കിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓവറോൾ ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. മാരുതി 1094 ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത്. ദെൻ 1050, ഈ 1050 ലെവൽ തീർച്ചയായിട്ടും ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. 1203 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു. അതുപോലെ റിസൾട്ടിനനുസരിച്ച് നമ്മൾക്കൊരു മൂവ്മെന്റ് മാരുതിയിൽ പ്രതീക്ഷിക്കാം. ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന നെഗറ്റീവ് ന്യൂസ് തീർച്ചയായിട്ടും കമ്പനിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ SKS മൈക്രോ ആണ്. മൈക്രോ ഫിനാൻസിങ്ങിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. റൂറൽ ഏരിയയിലാണ് ഇവരുടെ ഫോക്കസ്. മാനേജ്മെന്റ് ലെവലിലും ഗവൺമെന്റ് ലെവലിലും പല ഇഷ്യൂസും ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ സ്റ്റോക്കിൽ കണ്ടു. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിച്ചു. അടുത്തൊരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 80 ലെവൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ് SKS മൈക്രോ. ഫണ്ടമെന്റലി സൗണ്ട് തന്നെയാണ് സ്റ്റോക്ക്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപം പരിഗണിക്കാം. 80 and 73 വളരെ സ്ട്രോങ് രണ്ട് സപ്പോർട്ട് ലെവലാണ്. സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി 80 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 99 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ഒരു പോസിറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 99 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽ മേഖലയിലാണ് പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 297 to 82 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി ചെയ്യാവുന്ന ഒരു ലെവൽ തന്നെയാണ് അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ. 345 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബജാജ് ഓട്ടോ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 10% ലാസ്റ്റ് വീക്ക് ബെറ്ററായി. ഇപ്പോഴത്തെ നിലയിൽ ഒരു എൻട്രി അഡ്വൈസബിൾ അല്ല. 1533 ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. 1490 സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 1624 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മന്ത്സിനുള്ളിൽ ഒരു 1900 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ബജാജ് ഓട്ടോയ്ക്കുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ പോസിറ്റീവ് സോണിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടും ഇവരുടെ സെയിൽസ് ഒക്കെ ഇംപ്രൂവ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അടുത്തൊരു കറക്ഷനിൽ തീർച്ചയായിട്ടും ബജാജ് ഓട്ടോ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. സജിന്റെ കത്താണ്. അദ്ദേഹം ടെക്നിക്കലി ഒരു കാര്യമാണ് ചോദിക്കുന്നത്. 5180 പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് നേരത്തെയും പറഞ്ഞിരുന്നു. ആ സപ്പോർട്ട് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് സജിൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിലാഷ്, 5180 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് വീക്ക് ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും 5180 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 5100 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് 5280 എന്ന് പറയുന്ന ലെവൽ. 80 ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്ത് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഫർദർ അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് 5100 5280 എന്ന് പറയുന്ന ലെവലിൽ നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു മേജർ അനൗൺസ്മെന്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അടുത്ത കത്ത് റോഷിൻ മാത്യു. റോഷിന്റെ പോർട്ട്ഫോളിയോ ആണ് നൽകിയിരിക്കുന്നത്. എമാൻഡം, ICICI ബാങ്ക്, പെട്രോനെറ്റ്, എയർടെൽ, LIC ഹൗസിംഗ്, ഹിൻഡാൽകോ, സെലാൻ, NHPC ആൻഡ് സത്യം. ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. അതിൽ ആദ്യമായിട്ട് മഹീന്ദ്രയാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ഓട്ടോമൊബൈൽ സെക്ടർ എല്ലാം തന്നെ പോസിറ്റീവ് സോണിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. മഹീന്ദ്ര 682 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. 682 ബ്രേക്ക് ആണ് 662. പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 725 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്ക് ആണ്. 914 ആൻഡ് 875 രണ്ട് സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നു. വളരെയധികം ഷാർപ്പ് പുൾ ബാക്ക് ICICI ബാങ്കിൽ ലഭിച്ചു. 875 ലെവൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 960 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു. അതുകൊണ്ട് റിസൾട്ട് വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ടെക്നിക്കലി 682 ലെവൽ 914 ആൻഡ് 875 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഹോൾഡ് ചെയ്യുന്നത്. പെട്രോനെറ്റ് LNG ആണ്. വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 142 ആൻഡ് 134 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എയർടെൽ ആണ്. 298 ആൻഡ് 280 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ നിലയിൽ ലാസ്റ്റ് വീക്ക് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ അടുത്തൊരു കറക്ഷനോടുകൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. 343 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 249 ആൻഡ് 236 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 277 ആണ് സ്റ്റോക്കിൽ. 277 ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോ ലാസ്റ്റ് വീക്ക് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തിരുന്നു. 117 ആൻഡ് 111 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 134 ലെവലാണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 134 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ദെൻ NHPC ആണ്. ഒരു സ്ലോ മൂവിങ് ലാസ്റ്റ് 3 years ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് യാതൊരു റിട്ടേൺ കൊടുക്കാത്തൊരു സ്റ്റോക്കാണ്. 1750 ലെവലാണ്. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 16 ഇഷ്യൂ പ്രൈസിൽ എത്രയോ ലോവർ ലെവലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 1750, ദെൻ 16 രണ്ട് സപ്പോർട്ട് ലെവൽ. 21 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ്. 73 ആൻഡ് 66 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 95 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. ബിനു മാത്യുവിന്റെ കത്താണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ സുസ്ലോൺ എനർജി, ഓയിൽ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, അദാനി എന്റർപ്രൈസസ് ആൻഡ് സിൻഡെക്സ് ഇൻഡസ്ട്രീസ്. ഇതിൽ സുസ്ലോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. 17 ആൻഡ് 1550 വളരെ ഒരു ഷാർപ്പ് ഫോൾ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ 1550 ലെവൽ വരെ വരാം. 17 ലെവൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു എൻട്രി ലെവലാണ്.
ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 2030 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഓയിൽ ഇന്ത്യയാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്. 473, 457 ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാൻ 517 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ചെന്നൈ പെട്രോളിയമാണ്, ഫണ്ടമെന്റലി വളരെ സൗണ്ടായുള്ള സ്റ്റോക്ക് തന്നെയാണ്. 113 and 94 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 139 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി എന്റർപ്രൈസസ് ആണ്, 170, 154 രണ്ട് സപ്പോർട്ട് ലെവൽ. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിൻടെക്സ് ആണ്, 57 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 74 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്ത മെയിലേക്ക് കിടക്കാം. ദിബൂറ്റി പോളിന്റെ മെയിലാണ്. റോൾട്ട ഇന്ത്യ ആൻഡ് കിങ് ഫിഷർ ഈ രണ്ട് സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. രണ്ട് സ്റ്റോക്കും അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് അല്ല. അതിൽ റോൾട്ട കുഴപ്പമില്ലാത്ത ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 69 and 63 രണ്ട് സപ്പോർട്ട് ലെവലാണ് റോൾട്ടയിൽ. 83 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. കിങ് ഫിഷർ ഇപ്പോഴത്തെ രീതിയിൽ യാതൊരു കമന്റും പറയാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം കിങ് ഫിഷറിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. റോൾട്ട അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. എന്നിരുന്നാലും ഈ ഒരു ലെവൽ 69, 63 ലെവൽ വരുമ്പോൾ വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂവിൽ വരും. ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. കിങ് ഫിഷറിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിന്റെ ലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന തപാൽ വിലാസത്തിലും അയക്കുക. ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.